ഹലോ, വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ്. ഞാനേ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇതെന്താ സംഭവം എന്നറിയോ? നാളെ വിഷു അല്ലേ. അപ്പോൾ വിഷുവിന് കണി ഒരുക്കുമ്പോൾ ഒരു തിരുതാട, എന്നെന്താ പറയുക, തിരുതാട എന്നാണ് ഇവിടെയൊക്കെ പറയുക, തിരുഉടയാട. ഓക്കെ, തിരുഉടയാട എന്നുള്ളതിനെ ചുരുക്കി ഇവിടെ തിരുതാട പറയും. അപ്പോൾ തിരുഉടയാട ഒന്നുണ്ടാക്കി നോക്കിയാലോ എന്നൊരാശ. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് തിരുതാട ഉണ്ടാക്കുന്നതിൻ്റെ കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കസവിൻ്റെ ഒരു വേസ്റ്റ് അല്ലെങ്കിൽ ഒരു മുണ്ട് എന്നൊക്കെ പറയുന്ന സംഭവം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വീഡിയോയിൽ കണ്ട പോലെ മറ്റേ ട്രൈസ് പേപ്പർ ഇങ്ങനെ ട്രൈസ് പേപ്പർ തന്നെ, ബട്ടർ പേപ്പർ പോലത്തെ പേപ്പറില്ലേ, അതൊക്കെ വെച്ചിട്ട് ഞാൻ പണി തുടങ്ങിയത്. അപ്പം അമ്മ പറഞ്ഞു ഇതൊന്ന് കഞ്ഞി മുക്കിയാലേ അത് സ്റ്റിഫായിട്ട് നിൽക്കുള്ളൂ എന്ന്. അപ്പോൾ കഞ്ഞി മുക്കണമെന്നൊന്നും വീഡിയോയിൽ പറഞ്ഞിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ എന്നാൽ ശരി കഞ്ഞി മുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ എപ്പോഴും കഞ്ഞി മുക്കി അയൺ ചെയ്താലല്ലേ നല്ല സ്റ്റിഫായിട്ട് നിൽക്കുള്ളൂ ശരിക്കും. അതെനിക്കറിയാം, പക്ഷെ മടി, കഞ്ഞി മുക്കാൻ ഞാൻ മടിച്ചതാണ്. അപ്പം പറഞ്ഞു കഞ്ഞി മുക്കിയില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ നമുക്ക് കഞ്ഞി മുക്കാം. ആദ്യം ഇതൊന്ന് നനയ്ക്കണം. നനച്ചിട്ട് കഞ്ഞി മുക്കാം. അപ്പം ഞാനത് നനച്ചു കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാനിത് നനച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നനയ്ക്കാതെ കഞ്ഞി മുക്കിക്കഴിഞ്ഞാൽ കഞ്ഞി പിടിക്കില്ല എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത്. അപ്പം ഞാൻ നനച്ചു, ജസ്റ്റ് പൈപ്പ് വെള്ളത്തിലൊന്ന് നനച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കഞ്ഞിയിൽ മുക്കാം. എന്താ കഞ്ഞി, ഇത് മട്ടരുടെ കഞ്ഞിയാണ്. എന്ത് കഞ്ഞിയായാലും കുഴപ്പമില്ല, ഇതിൽ വെള്ളം ചേർക്കണം എന്നൊക്കെ അമ്മ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു തിരുതാട നല്ല സ്റ്റിഫായിട്ട് നിൽക്കണ്ടേ, അപ്പോൾ സാധാരണ നമ്മൾ സെറ്റും കൊണ്ടൊക്കെ ചെയ്യുന്നത് പോലെ വെള്ളം ഒഴിച്ച് ചെയ്യണ്ട, കട്ടിക്കന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാലല്ലേ അത് ഭംഗിയായിട്ടങ്ങ് നിൽക്കുള്ളൂ. അപ്പോൾ എന്നാൽ ശരി എന്നും പറഞ്ഞമ്മ. അപ്പോൾ നമ്മളിതിലൊന്ന് മുക്കണം കേട്ടോ. വെള്ളം ചേർക്കണോ എന്ന് പറഞ്ഞില്ല, എനിക്ക് അപ്പോഴും സംശയം വരും. ഒരു പൊടിക്ക് വെള്ളം ചേർക്കാം കേട്ടോ. ഒരു കുറച്ച് വെള്ളം ചേർത്തു എന്നൊരു സമാധാനത്തിന് ഒരു ഇത്തിരി വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ വറ്റൊന്നും പെടാൻ പാടില്ല. അപ്പോൾ നമ്മൾ വറ്റൊന്നും ഇല്ലാതെ ആ വെള്ളം മാത്രം ഊറ്റിയെടുത്താൽ കഞ്ഞിവെള്ളം. ഇനി നമുക്കിത് ഇതിൽ മുക്കാം. ആ വർത്തമാനം പറഞ്ഞ നേരം കൊണ്ടേ അത് വീണ്ടും ഡ്രൈ ആയിപ്പോയിണ്ടാവും ഈ കാലാവസ്ഥ കാരണം. അപ്പോൾ ഒന്നും കൂടെ മുക്കി നമുക്കിതിൽ മുക്കാം. കഞ്ഞി വെള്ളത്തിൽ മുക്കാം. തിരുതാട ശരിയായി കിട്ടിയാൽ നല്ലതല്ലേ. ഞാൻ കഴിഞ്ഞ കൊല്ലം വീഡിയോ അല്ല വിഷുവിന് എന്നെ വിചാരിച്ചു തിരുഉടയാട തിരുതാട പറയുമ്പോൾ എന്താ പോലെ അല്ലേ, തിരുഉടയാട വെക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഞാനത് വാങ്ങാമെന്നാണ് വിചാരിച്ചത്. പിന്നെ മറന്നു. പിന്നെ കണി ഒരുക്കുമ്പോഴാണ് അയ്യോ അത് വാങ്ങിയില്ലല്ലോ. ഇത്തവണ എന്നിട്ട് എൻ്റെ വീഡിയോ നോക്കിയപ്പോൾ അത് ഉണ്ടാക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ഈ ക്ഷേത്രങ്ങളിൽ ഇതുണ്ടല്ലോ, നമ്മൾ ഈ എഴുന്നള്ളിപ്പിന് കിടമ്പൊക്കെ എഴുന്നള്ളിക്കുമ്പോഴും അല്ലേ, അപ്പോഴൊക്കെ ഈ സംഭവമുണ്ട് തിരുഉടയാട. അത് പണ്ടൊക്കെ ഇത് കൈകൊണ്ട് തന്നെ അമ്പലത്തിലുള്ള ജോലിക്കാരല്ലെങ്കിൽ കഴുകക്കാർ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കും തോന്നണം. എനിക്കറിയില്ല കേട്ടോ, ഇങ്ങനെ റെഡിമെയ്ഡ് വാങ്ങിക്കുകയാണോ പണ്ടും ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും അമ്പലത്തിലുണ്ട് ഈ സംഭവം. നമുക്കിത് ഇങ്ങനെ കഞ്ഞി നന്നായിട്ട് എല്ലാ ഭാഗത്തും പിടിച്ചിട്ടുണ്ടാവും. ഇത് നന്നായി പിഴിഞ്ഞ് ഉണക്കാനിടണം. നല്ല വെയിലത്ത് കിടന്നിട്ട് തന്നെ ഉണങ്ങണം, ഇല്ലെങ്കിൽ ഇത് സ്മെല്ല് വരും. കഞ്ഞിവെള്ളമല്ലേ, അതുകൊണ്ടാണ് വേനൽക്കാലത്താണ് ഇതൊക്കെ കഞ്ഞിയൊക്കെ മുക്കാൻ പറ്റുള്ളൂ, ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ. മഴക്കാലത്ത് ഉണങ്ങാത്ത സമയത്തൊക്കെ കഞ്ഞി മുക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്മെല്ലടിച്ചിട്ട് മതിയാവും, കാരണം വെയിലുണ്ടാവില്ലല്ലോ. അപ്പം അതെ
ഇതിപ്പോൾ നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കഞ്ഞി മുക്കിയിട്ട്. ഇനി ഇത് നല്ല വെയിലത്ത് കിടന്നിട്ടൊന്ന് ഉണങ്ങട്ടെ. വേഗം ഉണങ്ങി കിട്ടും, കനമില്ലാത്ത തുണിയല്ലേ. ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടി. ഓക്കെ. അപ്പോൾ ഇതേ കഞ്ഞി മുക്കിയിട്ടത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്തിരി ഉടയാടുണ്ടാക്കാനുള്ള സെറ്റുമുണ്ടിൻ്റെ ഒരു ചെറിയ പീസാണിത്, കസവൊക്കെയുള്ള. അപ്പോൾ ഈ സെറ്റുമുണ്ടിൻ്റെ പീസ് തന്നെ വേണമെന്നില്ല. ഇതുപോലെ ഈ ഒരു എന്താ പറയുക, വെളുത്ത കളറല്ല, ഒരു ചന്ദന കളറ്, ആ രീതിയിലൊരു ക്ലോത്ത് എടുത്തിട്ട് ചിലർ ഈ കസവൊക്കെ വെച്ചടിക്കുകയും അതല്ലെങ്കിൽ ഗമ്മിട്ട് ഒട്ടിക്കുകയൊക്കെ ചെയ്തിട്ട് ഉണ്ടാക്കും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്. പക്ഷെ ഞാനിത് സെറ്റുമുണ്ടിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തതാണ്. സെറ്റുമുണ്ടല്ല, ഈ കസവ് വേഷ്ടി മാത്രമായിട്ടുണ്ടല്ലോ, ഈ വാദ്യക്കാർക്കൊക്കെ കിട്ടില്ലേ, പഞ്ചവാദ്യം അതുപോലുള്ള അവർക്കൊക്കെ കിട്ടും ഈ വേഷ്ടി പോലെ. അപ്പോൾ അതാണ്, അതിൻ്റെ ഒരു ചെറിയ പീസാണിത് കേട്ടോ. അല്ലാതെ സെറ്റുമുണ്ടൊക്കെ കട്ട് ചെയ്താൽ അമ്മ എന്നെ ചീത്ത പറയും. അതുകൊണ്ട് ഞാൻ ചെറിയൊരു വേഷ്ടി ഉണ്ടായിരുന്നു, അതിനെ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് പണി തുടങ്ങാം. ഇതിൽ ഞാൻ ഗമ്മിട്ട് ഒട്ടിക്കാൻ, എൻ്റെ കയ്യിൽ തയ്യൽ മെഷീനില്ല അടിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞാനിത് ഗമ്മിട്ട് ഒട്ടിക്കാനുള്ള പരിപാടിയാണ്. എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയോ, ഇത് നമ്മൾ ട്രേസ് പേപ്പർ എന്നൊക്കെ പറയില്ലേ, ഇതാണ് ഞാൻ എടുക്കുന്നത്. ഇത് ഒരു ഡ്രോയിങ് ബുക്ക് ഉണ്ട് എനിക്ക്, അപ്പം അതിൽ ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ള പേജാണിത്, ഒരു പേപ്പറാണിത്, ട്രേസ് പേപ്പർ. അപ്പോൾ ഞാൻ ഇതെടുക്കുകയാണ്. കാണിച്ചു തരാം കേട്ടോ, ഒരു മിനിറ്റ്. ഞാനിത് കഞ്ഞി പിഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷം തേക്കുകയൊക്കെ ചെയ്തു, അത് അയൺ ചെയ്യുകയൊക്കെ ചെയ്തു കേട്ടോ. നല്ലോണം ഇത് ക്ലീൻ ആയിട്ടില്ല, അതായത് ചുളിവെന്ന് പറഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ 2 പ്രാവശ്യം അയൺ ചെയ്തതാണ്. എന്നാലും ഇത്രയും ആവണുള്ളൂ. നമുക്കിത് വെച്ചങ്ങ് ചെയ്യാം. ഏതായാലും ഞാൻ ഞെറിയൊക്കെ ഇടുമ്പോൾ ശരിയായിക്കോളും, ചുളിവൊന്നും അറിയില്ല. നമുക്ക് ഈ പേപ്പർ ഇതിൻ്റെ ഉള്ളിൽ, അപ്പോൾ പുറത്തേക്ക് വരുന്ന ഭാഗം ഇതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ വയ്ക്കാം. അത് ഈ ഭാഗമാണല്ലോ മുകളിലേക്ക് വരിക, കസവിൻ്റെ ഭാഗം. അപ്പോൾ ഇത്രയും വേണ്ട, ഇതിന്ന് കുറച്ച് കട്ട് ചെയ്ത് പോകും. അപ്പോൾ ആ ഭാഗത്തിന് വെച്ചാൽ മതി ഇത്. അതായത് ഈ ഭാഗത്ത് ഈ കസവിൻ്റെ ഇത് ഫുൾ വേണ്ട, ഇത്രയും എടുക്കണ്ട, ഇതിൻ്റെ ഒരു ഇത്രയൊക്കെ വന്നാൽ മതിയാവും. ഈ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിക്കേ, തയ്യൽ മെഷീനുള്ളവർക്ക് വേണമെങ്കിൽ തയ്ക്കാം. എൻ്റെ ഒരു മെഷീൻ ഇല്ലാത്തതുകൊണ്ട് ഇതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിക്കേണ്ടി വരും. ഇങ്ങനെ നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ ഇതിങ്ങനെ നിൽക്കില്ലേ കുറ്റി കുറ്റിയായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഏതായാലും ഇതൊന്ന് ഒട്ടിക്കാം. ഇതിവിടെ വെച്ചിങ്ങനെ ഒട്ടിക്കാം, ഇതിങ്ങനെ. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഈ അറ്റത്തായതില്ലേ അറ്റം, ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഇതിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇവിടെയും ഗം ഒട്ടിക്കാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് അവിടെ ഇരുന്നോളും. ഓക്കെ, നമുക്ക് ഗം ഒട്ടിക്കാം. ഇത് അനങ്ങി പോവാതിരിക്കാൻ നമുക്കിവിടെ ഒരു ക്ലിപ്പ് ഇങ്ങനെ തൽക്കാലം ഇട്ട് വയ്ക്കാം, ഇല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവുള്ളൂ. നമുക്ക് ഈ ഗമ്മ്, ഇത് ഫെവി ബോണ്ടാണ്. ഇതാണ് ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ വേണ്ടി നമ്മൾ മേടിച്ചതാണ്. അപ്പോൾ തൽക്കാലം ഇത് വെച്ചൊട്ടിക്കുക. ഇത് ഒട്ടും, ഫെവി കോൾ ഒട്ടും, പക്ഷേ ഫെവി ബോണ്ട് ഒട്ടും എന്നാണ് എനിക്ക് തോന്നണേ. ഞാൻ ഒട്ടിച്ച് നോക്കാം. തേച്ചിട്ട് അപ്പം തന്നെ ഒട്ടിക്കണം കേട്ടോ. അത് മുഴുവൻ തേച്ചിട്ട് എല്ലാം ഒരുമിച്ചങ്ങ് ഒട്ടിക്കാന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ആദ്യത്തെ ഭാഗം ഉണങ്ങി പോകും. ഈ ഫെവി ബോണ്ട് പെട്ടെന്ന് ഉണങ്ങി പോകുന്നത്.
അപ്പോൾ കുറച്ച് തേക്കുക, അത് ഒട്ടിക്കുക, അങ്ങനെ അങ്ങനെ ചെയ്തു വരാം. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ആദ്യമായിട്ടപ്പോൾ അത് ചെയ്യുന്നത്. പലരും തയ്ച്ചിട്ടാണ് കണ്ടത് ഒരു വീഡിയോ. അപ്പോൾ എൻ്റെ കയ്യിൽ തയ്യൽ മെഷീൻ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാൻ നോക്കിയപ്പോൾ അങ്ങനെ ഗ്ലൂ വെച്ചൊട്ടിക്കുന്നത് കണ്ടു. അങ്ങനെ ഒരു വീഡിയോ കണ്ടു. അപ്പം എന്നാൽ ശരി, അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഗ്ലൂ വെച്ച് ചെയ്യുന്നത്. ഇത് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. അവരതിൽ ഫെവിക്കോളാണ് ഉപയോഗിച്ചത്, എൻ്റെ കയ്യിൽ ഫെവി ബോണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ടാണ്. ഈ ഭാഗം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഗ്ലൂ ഇതൊന്ന് പോരുന്നുണ്ടോ? അതിങ്ങനെ പോരും. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലും കൂടെ അങ്ങ് കൂട്ടത്തിലങ്ങ് ഒട്ടിച്ചെടുക്കാം. അതാവും നല്ലത്. എന്താവുമെന്നറിയില്ല. പരീക്ഷണം. ഇനി ഇവിടെയും കൂടി ഇങ്ങനെ ഒട്ടിക്കണം. ഇത് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്കിവിടെ ഒട്ടിക്കണം. ഇത്രയും വേണ്ടത്. ഇവിടെ ഇത്തിരി വേണമെങ്കിൽ കട്ട് ചെയ്യാം, എന്നിട്ട് ഒട്ടിക്കാം. അതായിരിക്കും നല്ലത്. കണ്ടോ, ഇങ്ങനെ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. ആ പേപ്പർ ഇവിടെ വെച്ചു ഇങ്ങനെ ഒട്ടിച്ചു. ഈ അറ്റത്ത് കുറച്ച് പോർഷൻ, ഇത്രയും പോർഷൻ ഉണ്ട്. ഇത് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം. ഇങ്ങനെ അതുപോലെ ഇത് ഇത്രേ ആയിട്ടുള്ളൂ. ഇത്ര പോരാ നമുക്ക്. അപ്പോൾ ഇതുപോലെ ഒരു ഷീറ്റും കൂടെ ഇവിടെ ഒട്ടിക്കണം. ഇതുപോലെ ഒരു ഷീറ്റും കൂടെ ഇവിടെ ഒട്ടിക്കണം. അതും കൂടെ ഒട്ടിച്ചെടുത്തിട്ട് വരാം. ഇനി ഒരു ഷീറ്റും കൂടെ നമുക്ക് ഒട്ടിക്കാം കേട്ടോ. അത് ഒരു ഷീറ്റും കൂടെ എടുത്തിട്ടുണ്ട് നമ്മൾ. ട്രൈസ് പേപ്പറാണേ. ഇത് ട്രൈസ് പേപ്പറാണ്. നമ്മൾ ഈ സാരിയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു പേപ്പർ വയ്ക്കില്ലേ, ആ പേപ്പറായാലും മതി. പിന്നെ നമ്മൾ ഈ ബ്ലൗസിനൊക്കെ എന്താ പറയുക, ലൈനിങ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇത് വയ്ക്കില്ലേ, തുണി, അങ്ങനെ അത് സ്റ്റിഫായത് കിട്ടും. അതായാലും മതി. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ രണ്ട് പേപ്പർ ചേർത്ത് ഒട്ടിച്ച് ബാക്കി വരുന്ന ഭാഗങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് ഒട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്, ഒരു ഫ്രെയിം പോലെ. ഇനി ഇതാണ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭാഗമാണ് നല്ല ഭാഗം കേട്ടോ. ഇതിനെ നമ്മൾ ഞെറിയാക്കണം ഇങ്ങനെ. അത് നമുക്ക് ഉള്ളിൽ തന്നെ ഫോൾഡ് ചെയ്യാൻ നല്ലത്. അങ്ങനെ ഈ ഭാഗം, പേപ്പർ ഒട്ടിച്ച ഭാഗം തന്നെ ഫോൾഡ് ചെയ്യാൻ നല്ലത് കേട്ടോ. ഇങ്ങനെ ആ ഫോൾഡ് ചെയ്യുന്നത് വൃത്തിയാവണം, ഇല്ലെങ്കിൽ പണി പാളും. ഇങ്ങനെ വരും. ഒരേപോലെ വേണം മടക്കൽ.
അപ്പം അതേ നമ്മുടെ തിരുനാട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറേ സർക്കസ് കളിച്ചെങ്കിലും ഒടുക്കം കണി കാണാൻ വലിയ കുഴപ്പമില്ലാത്ത ഒരു തിരുനാട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊക്കെ വെച്ച് കണിയൊക്കെ വെച്ചിട്ട് കാണാം. ജസ്റ്റ് ഒരു ട്രൈ ആണ്, പെർഫെക്ഷൻ ഒന്നുമില്ല. ഇപ്പം ആദ്യമായിട്ട് ഞാൻ ചെയ്യുകയാണ്, ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. എന്നാലും ഇത്രയും പേര് എത്തിയില്ലേ. ബാക്കിയുള്ള പീസ് ഞാൻ മുറിച്ചെടുത്തു, കത്തിയും കൊണ്ട് മുറിച്ചെടുത്തു. അത്രയും എനിക്കിതിന് എത്ര നീളം വേണമെന്നൊന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തായിരുന്നു. എന്തായാലും ഓക്കേ.